ഒഡീഷ അമൂല്യ നിധിശേഖരമുള്ള ഒരിടമായി മാറുകയാണ്. നമ്മുടെ ഒരു വലിയൊരു കലവറയായിട്ട് മാറും എന്നാണ് ഇപ്പോഴത്തെ അവസാനത്തെ പഠനങ്ങൾ പോലും പുറത്തു വരുന്നിരിക്കുന്നത്. എന്താണ് നമുക്കറിയാൻ കഴിയുന്നത് ഇതിൽ നിന്ന്? വർഷങ്ങളായിട്ട് സ്വർണം, അതുപോലെ പ്ലാറ്റിനം, പിന്നെ രത്നങ്ങൾ, ഇവയുടെയൊക്കെ പര്യവേഷണം ഒഡീഷയിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രത്ന വ്യാപാരവും പര്യവേഷണവും ഒക്കെ നടത്തുന്ന ഖനനം ഇത് മൂന്നും ചെയ്യുന്ന കമ്പനിയാണ് ഡി ബിയേഴ്സ്, ദക്ഷിണാഫ്രിക്കയിലെ. ആ ഡി ബിയേഴ്സ് വരെ ഒഡീഷയിൽ വന്നിട്ട് പര്യവേഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഈ അടുത്ത കാലം വരെ അതിനെക്കുറിച്ചൊന്നും റിസൾട്ടൊന്നും ആരും പറയുന്നില്ലായിരുന്നു. ഇന്നലെ ഒഡീഷയിലെ മൈനിങ് കാര്യമന്ത്രി വിഭൂതി ഭൂഷൺ ജേന സംസ്ഥാന നിയമസഭയിൽ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. അതായത് സംസ്ഥാനത്തെ 5 ജില്ലകളിൽ വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നതായിട്ട്. ആ ജില്ലകളുടെ പേര് ഒന്ന് നബ്രംഗ്പൂർ, പിന്നെ അതുപോലെ കോറാപ്പുട്ട്, പിന്നെ സുന്ദർഗഡ്, ഇങ്ങനെ 5 ജില്ലകളാണ്. ഈ 5 ജില്ലകളിലും വ്യാവസായിക കമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ ഖനനം നടത്താനുള്ള ആവശ്യമുള്ളത്ര അതിലധികം സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ദേവഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒഡീഷയിലെ ആദ്യത്തെ ഖനി ലേലത്തിനിപ്പോൾ വെച്ചു. അതായത് സ്വകാര്യ മേഖല ഉൾപ്പെടെയുള്ള ആർക്കും വന്ന് ഈ ലേലത്തിൽ പങ്കെടുത്ത് ഏറ്റവും കൂടുതൽ സർക്കാരിന് പൈസ ഓഫർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ആ ഖനിയുടെ നടത്തിപ്പ് അവർക്ക് കിട്ടും, ഇത്ര ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക്. അപ്പോൾ ശരിക്കും ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനമായിരുന്നു ഒഡീഷ. പണ്ട് 2 പേരായിരുന്നു അവിടെ സ്ഥിരം ഭരിക്കുന്നത്, ബിജു പട്നായിക്കും JB പട്നായിക്കും. എന്ന് പറഞ്ഞാൽ തന്നെ ബിജു പട്നായിക്കിനെ ഓർമ്മ വരുന്നത്. കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ജയന്തി വല്ലഭ് പട്നായിക് എന്നൊരാളുണ്ടായിരുന്നു, JB പട്നായിക്. അപ്പോൾ ഇവർ 2 പേരും മാറി മാറി ഭരിക്കുകയായിരുന്നു, 2 പട്നായിക്കുമാരുമായിരുന്നു. അപ്പം വേറൊരാളിനെ അവിടെ മുഖ്യമന്ത്രിയായിട്ട് പോലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രൈബൽസ് ഉള്ള സംസ്ഥാനമാണ് ഒഡീഷ. ഏറ്റവും കൂടുതൽ ആദിവാസികൾ വസിക്കുന്നത്, ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള സ്ഥലമാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരിക്കും, നമ്മൾ ബംഗാളിനെ കുറിച്ച് പോലും വാർത്തകൾ വായിക്കാറുണ്ട്. പക്ഷേ ഒഡീഷയെക്കുറിച്ച് നമ്മൾ വാർത്തകൾ പോലും വായിക്കാറില്ല, പത്രങ്ങളൊന്നും കവർ ചെയ്യാറില്ല. ആകെ ഉള്ളത് അവിടെ ഈ പിന്നെ കൊണാർക്കിലെ സൂര്യക്ഷേത്രം, അല്ലെങ്കിൽ ഈ അവിടെ രഥോത്സവം നടക്കുന്നു ആ സമയത്ത്, ഭുവനേശ്വർ, അങ്ങനെയൊക്കെയുള്ള ചില വാർത്തകൾ ഏതെങ്കിലും മലയാള മാധ്യമങ്ങൾ ലേഖകരെ അവിടെ വിട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും ഇലക്ഷൻ നടക്കുമ്പോഴും വേണ്ട രീതിയിൽ ഒഡീഷ നമ്മുടെ പരിഗണനയ്ക്ക് വരില്ല. അങ്ങനെയുള്ള ഒഡീഷ, അതിൻ്റെ ഒരു കാരണം അവരുടെ ദാരിദ്ര്യാവസ്ഥയാണ്. കാരണം പൈസ ഇല്ലാത്തവനെ ആരും ശ്രദ്ധിക്കില്ല. ആ ഒഡീഷ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനിക സംസ്ഥാനമായിട്ട് മാറാൻ പോവുകയാണ്. കാരണം അവിടെ കണ്ടെത്തിയിരിക്കുന്ന ഈ 5 ജില്ലകൾ കൂടാതെ 18 ജില്ലകളിൽ, മറ്റ് 18 ജില്ലകളിൽ സ്വർണത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അത് എത്രത്തോളമുണ്ട്, വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാനും മാത്രമുള്ള അളവിലുണ്ടോ, അതൊക്കെ വീണ്ടും ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒഡീഷ സർക്കാരിൻ്റെ സംസ്ഥാന മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നിട്ടാണ് ഈ സർവേ നടത്തിയത്. അപ്പോൾ ഈ സർവേയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളീ പറഞ്ഞ 5 സ്ഥലങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാണ് എന്നുള്ള കണ്ടെത്തൽ വന്നതും അത് സംസ്ഥാന മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ഇനി മറ്റ് 18 സ്ഥലങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായ പഠനം കൂടുതൽ വരും. അതിനോടൊപ്പം തന്നെ മറ്റൊരു വിവരം പുറത്തു വന്നത് ഒഡീഷയിൽ പ്ലാറ്റിനം നിക്ഷേപം ഉണ്ടെന്നാണ്. സ്വർണത്തേക്കാൾ 10 മടങ്ങ് മൂല്യമുള്ള വലിയ കലവറയാണ്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ പലരും ഡി ബിയേഴ്സിൻ്റെ പഴയ റിപ്പോർട്ട് പുറത്തു വന്നു. ഡി ബിയേഴ്സ് കണ്ടെത്തിയിരുന്നു ഒഡീഷയിൽ വജ്ര നിക്ഷേപമുണ്ട് എന്നുള്ളത്. പക്ഷേ എന്തോ കാരണത്താൽ ആ പര്യവേഷണങ്ങൾ 2010 കാലഘട്ടത്തിൽ നിന്നു പോയിരുന്നു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നവീൻ പട്നായിക് മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലഘട്ടമാണത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളോ പ്രാദേശികമായ വിഷയങ്ങളോ, കാരണം ഈ മൈനിങ് എപ്പോഴും തദ്ദേശീയമായ എതിർപ്പും വിളിച്ചു വരുത്തും. കാരണം വലിയ മൈനുകളുണ്ടാകുമ്പോൾ തദ്ദേശീയരായ ആൾക്കാരെ റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരും, പലരുടെയും ഭൂമി സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും. ഇത് സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉണ്ടാക്കിയപ്പോൾ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഇതുപോലൊക്കെ തന്നെ മൂല്യമുള്ളൊരു സാധനമാണ് ഈ കരിമണൽ. അതെ, ഈ കരിമണൽ ഖനനം ചെയ്യാൻ പറ്റും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ
ആ ആളിന് എനിക്ക് തോന്നുന്നില്ല ആലപ്പുഴ ജില്ലയിലോട്ട് കയറാൻ പറ്റും. ഇത്തരത്തിലൊരു രസകരമായ ഒരു സംഭവം ഞാൻ ഓർക്കുന്നത്, ഞാൻ ആലപ്പുഴയിൽ ഹിന്ദുവിൽ ജോലി ചെയ്തിരുന്ന കാലത്ത്, ആ കാലഘട്ടത്തിൽ അവിടെ ഈ കരിമണൽ ഖനനത്തിനൊരു നിർദ്ദേശം വരികയും അവിടെ വലിയ പ്രക്ഷോഭം അതിനെതിരെ വന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പത്രക്കാരെ ഒരു കാറിൽ, എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാർ തന്നെയാണ്, PRD അവിടെ കൊണ്ടുപോയി. അവിടെ എന്തോ സർക്കാരിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ സാധാരണ ഡ്രൈവർമാർ വന്നു കഴിഞ്ഞാൽ നമ്മളെ അവിടെ സ്ഥലത്ത് വിട്ടിട്ട് അവരെവിടെയെങ്കിലും മാറി നിൽക്കും, ചായ കുടിക്കുകയോ ഒക്കെ ചെയ്ത് അവരവിടെ നിൽക്കും. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളെ കൊണ്ടുവന്ന ഒരു വളരെ ചെറുപ്പക്കാരനായ ഒരു വ്യക്തി, അദ്ദേഹം വളരെ ആകാംക്ഷയുള്ള ഒരാൾ, വിദ്യാഭ്യാസമുള്ള ആൾ തന്നെ ആണെന്ന് തോന്നുന്നു. ഞങ്ങളോടൊപ്പം ഇതിനുള്ളിൽ കയറി വന്ന് ഈ ചർച്ചകളൊക്കെ കേട്ടു. ഇനി ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. അപ്പോൾ നമ്മുടെ മേൽപ്പടിയാൻ എഴുന്നേറ്റ് നിന്നൊരു ചോദ്യം ചോദിച്ചു, ഇത്രയധികം മൂല്യമുള്ള ഈ കരിമണൽ ഇതിങ്ങനെ വെറുതെ നഷ്ടപ്പെടുത്തുന്ന നിങ്ങൾക്ക് എന്താണ് മാനസികമായിട്ട് ഒരു ബോധമില്ലയോ എന്നൊക്കെ ചോദിച്ച് സർക്കാർ തന്നെ നേരെ ഇദ്ദേഹം അങ്ങ് തട്ടിക്കയറി. അപ്പോൾ അതോടുകൂടി തദ്ദേശീയരെല്ലാം കൂടെ ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഇവൻ കരിമണൽ കമ്പനിയുടെ ഏജൻ്റാണ്, ഇവനെ അവസാനം ഇയാളെ രക്ഷിച്ചെടുക്കാൻ പത്രക്കാരായ ഞങ്ങൾ പാടുപെടേണ്ടത്. അപ്പം ഖനനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എപ്പോഴും എതിർപ്പ് ഉണ്ടാക്കും. പക്ഷേ ഇതിന് വിദേശങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ചെറിയ പ്രശ്നം, ഈ ഭൂമി സർക്കാർ വിലയ്ക്ക് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ സ്വകാര്യ മേഖല വിലയ്ക്ക് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ എണ്ണ കണ്ടെത്തുന്ന ചില വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ അങ്ങനെയല്ല അത് ചെയ്യുന്നത്. അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം തദ്ദേശീയർക്കായിട്ടൊരു ഫണ്ട് ഉണ്ടാക്കുന്നു. തദ്ദേശീയർക്കോ സ്ഥല ഉടമയ്ക്കോ? ഇതൊരു പ്രദേശമെന്ന് ഞാൻ ഉദ്ദേശിച്ച സ്ഥല ഉടമകൾ ഉൾപ്പെടുന്ന ഒരു വീടല്ലല്ലോ ഒഴിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു 1-2 ഗ്രാമങ്ങൾ വരുന്ന ചിലപ്പോൾ 1000 2000 സ്ക്വയർ കിലോമീറ്റർ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ചിലത് മിനിമം ഒരു 500 സ്ക്വയർ കിലോമീറ്റർ എങ്കിലും പലയിടത്തും ഒഴിപ്പിക്കേണ്ട വരും. അപ്പോൾ ഇങ്ങനൊരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം അതിലേക്ക് പോയിട്ട് അവർക്ക് തൊഴിൽ, അവരുടെ വിദ്യാഭ്യാസം നിരന്തരം അവർക്ക് കുറേ പർട്ടിക്കുലർ പീരീഡിലേക്ക് അവർക്കിത് ലഭിക്കും, അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു അത്തരം പരിപാടികൾ കേരളത്തിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ കരിമണൽ ഖനനത്തിന് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരുടെ കയ്യിൽ നിന്ന് ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം എന്ന് പറയുന്നത് ശരിയാണ്, അവിടെ ആ കാലഘട്ടത്തിൽ 5000 രൂപ സെൻറ്റിന് സ്ഥലം ഉണ്ടായിരുന്നത് കരിമണൽ കമ്പനി 50,000 രൂപ കൊടുത്ത് വാങ്ങിച്ചു. പക്ഷേ അതോടുകൂടി അവിടുത്തെ അവകാശം തീരുകയാണ്. പക്ഷേ കരിമണൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തു നിന്നും 500 അല്ല 5000 കോടിയായിരിക്കും അവർ ഉണ്ടാക്കാൻ പോകുന്ന ലാഭം. അപ്പം ഇത് ആലോചിക്കുമ്പോഴാണ് ഈ സ്ഥലമുടമയ്ക്ക് ഭ്രാന്ത് വരുന്നത്, അയാൾക്ക് വട്ടളകും. അതിന് പകരം ഈ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം വർഷങ്ങളോളം ഇവർക്ക് ലഭിക്കുമെന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരും തയ്യാറാകും. പിന്നെ കുറച്ച് ബലമൊക്കെ പ്രയോഗിക്കേണ്ടി വരും. നമ്മൾ നീതിയും ബലവും രണ്ടും ഒരുമിച്ച് വേണം. ചിലർ എന്തായാലും പദ്ധതികളെ അട്ടിമറിക്കണം എന്ന് വാശിയുള്ള ചിലരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റില്ല. എങ്കിലും തിരിച്ച് നമുക്ക് ഈ ഒഡീഷയിലേക്ക് വരാം. നമ്മൾ ഒന്ന് ഡൈവേർട്ട് ചെയ്തു പോയി ഖനനം. അപ്പം ഒഡീഷയിൽ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് തൽക്കാലത്തേക്ക് പര്യവേക്ഷണം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സംസ്ഥാന ഖനന വകുപ്പും മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. ഈ നിരവധി പാശ്ചാത്യ സ്വകാര്യ കമ്പനികൾ തന്നെ ഒഡീഷ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ തൽക്കാലം അവർക്കൊന്നും ഇതിൻ്റെ എക്സ്പ്ലോറേഷൻ റൈറ്റ് കൊടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഒഡീഷ ഗവൺമെൻറ്. പകരം ഗവൺമെൻറ് മേഖലയിൽ തന്നെ ഇത് എക്സ്പ്ലോറേഷൻ നടത്തും. കൃത്യമായ ക്വാണ്ടിറ്റി സർക്കാർ തന്നെ കണ്ടെത്തും. അതിനുശേഷം ലേലം ചെയ്യും. അപ്പോൾ ലേലം ചെയ്യുമ്പം സ്വകാര്യ മേഖലയ്ക്കും അതിൽ പങ്കെടുത്ത് ഖനനം തുടങ്ങും. വളരെ കൃത്യമായ നിലപാടോടാണ് ഇപ്പോൾ BJP സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ വലിയൊരു പിന്തുണ ഈ ഖനനം അല്ലെങ്കിൽ ഈ എക്സ്പ്ലോറേഷൻ ആക്ടിവിറ്റീസിനുണ്ട്. തദ്ദേശീയമായിട്ട് നമ്മുടെ അതുപോലെ കുറച്ചാളിന് മുമ്പ് ലിഥിയം ഒഡീഷ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ വരുന്ന ആളുകൾ ഒഡീഷയുടെ ആളുകളാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഒഡീഷയിലേക്ക് പോകാൻ ആഗ്രഹമുള്ള മലയാളികൾക്ക് ഇപ്പോഴേ അവിടെ പോയി. അത് ഈ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ ഒഡീഷയിൽ ഇങ്ങനെയൊരു സാധ്യതകൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പണ്ട് തൊട്ടേ ഇതിനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. കാരണം ഈ പലപ്പോഴും ഈ സ്വർണവും രത്നവും ഒക്കെ ഒരു പ്രത്യേകതരം പാറകളുള്ള സ്ഥലത്താണ് കണ്ടിരുന്നത്.
അതിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് മറന്നുപോയി. അതാണ് DBS കണ്ടെത്തിയിരുന്ന ഏറ്റവും വലിയൊരു ഫൈൻഡിങ് അവരുടെ അതാണ്. അവരാണ് ശരിക്കും പറഞ്ഞാൽ 2000 ഇവിടെ വന്ന് ഇത് എക്സ്പ്ലോറേഷൻ തുടങ്ങി. യഥാർത്ഥ സൂചന ഇന്ത്യക്ക് നൽകുന്നത് DBS ആണ്. കാര്യം അവർക്ക് ഈ മേഖലയിൽ അങ്ങേയറ്റം പരിചയമുള്ളവരാണ്. അപ്പോൾ അവരത് കണ്ടെത്തിയിരുന്നു. ആ കണ്ടെത്തിയ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ജിയോളജിക്കൽ സർവേയും ഒക്കെ ഇപ്പോൾ വന്നത്. പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ ഈ സാറ്റലൈറ്റും ഇതിനൊരു വലിയ പ്രയോജനം ചെയ്യും. കാരണം ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾ പലപ്പോഴും കണ്ടെത്താൻ സാറ്റലൈറ്റുകൾ വലിയ പ്രയോജനമുണ്ട്. ഇപ്പം വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് കണ്ടെത്തുന്നത് സാറ്റലൈറ്റുകൾ വഴിയാണ്. അപ്പോൾ ഈ ലോ എർത്ത് ഓർബിറ്റിലുള്ള സാറ്റലൈറ്റുകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഫോട്ടോ എടുക്കാനും വളരെ കൃത്യമായിട്ട് അതിൽ റഡാർ ഘടിപ്പിച്ച സാറ്റലൈറ്റുകളുണ്ട്. അങ്ങനെ അവർക്ക് അതിന് തിരിച്ചറിയാൻ പറ്റും. എന്തായാലും ശരി, വരുന്ന ആളുകൾ ഒഡീഷയുടേതാണ്, സംശയമൊന്നുമില്ല. എല്ലായിടവും സ്വർണം തേടി പോകുന്ന മലയാളിക്ക് വേണമെങ്കിൽ ഒഡീഷയിലേക്ക് ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ. ഇനി വൈകണ്ട. ഇതാണ് ഇപ്പോഴത്തെ ഈ വിഷയത്തിലുള്ള ഒരു പുതിയ കണ്ടെത്തൽ.